إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ونزلنا عليك الكتاب تبيانا لكل شيء وهدى ورحمة وبشرى للمسلمين സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു മുസ്ലിമായ മനുഷ്യൻ എന്ന നിലയിൽ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കേണ്ടതും പറയേണ്ടതും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവൻ്റെ കൽപ്പനകൾക്കനുസൃതമായി ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളും ക്രമീകരിക്കുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. അങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിത ലക്ഷ്യമായ സ്വർഗം കരഗതമാക്കാൻ, സ്വർഗമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, നമുക്കൊക്കെ അപകടങ്ങൾ സംഭവിക്കുന്നൊരു മേഖലയാണ് സാമ്പത്തിക രംഗമെന്ന് പറയുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ കടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സത്യവിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ സാമ്പത്തിക രംഗത്ത് കച്ചവടം നടത്തുന്നവരാണെങ്കിലും ബിസിനസ് നടത്തുന്നവരാണെങ്കിലും ആരാണെങ്കിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സാമ്പത്തിക രംഗത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബാലപാഠങ്ങൾ പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന്, ഹറാമും ഹലാലും നോക്കാതെ ഒരിക്കലും നമ്മൾ സമ്പാദിക്കാൻ പാടില്ല. ഹറാമിൻ്റെ ഒരു മുതല് നമ്മുടെ സമ്പത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് നമ്മളെ പഠിപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ. ആ വിശ്വാസികൾ എന്ന് പറയുന്ന വൃത്തത്തിൽ നമ്മളെല്ലാവരും പെട്ടു. നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്നും വിശിഷ്ടമായത് നിങ്ങൾ കഴിക്കുക.
നാം നിങ്ങൾക്ക് നൽകിയതിൽ ഏറ്റവും നല്ലതിനെ നിങ്ങൾ കഴിക്കുക, അതിനപ്പുറത്തേക്ക് നിങ്ങൾ കഴിക്കാൻ പാടില്ല. ഒരിക്കലും നമ്മുടെ സമ്പത്തിൽ ഹറാമിന്റെ മുതൽ കലരുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു, വഷ്കുറൂലില്ല, നിങ്ങൾ അല്ലാഹുവിന് ശുക്ർ ചെയ്യണം, ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അവന് നന്ദി ചെയ്യണം. പരിശുദ്ധമായ ഖുർആനിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നൊരു ഹദീസ് നമുക്ക് കാണാം. ഇന്നല്ലാഹ കരിഹ ലക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വെറുത്തിരിക്കുന്നു സലാസൻ, 3 കാര്യങ്ങൾ. ഒന്ന് ഖീല വഖാല, കണ്ടോം കേട്ടോക്കെ പറയാം. 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഇളാഅത്തൽ മാൽ, ധനം അന്യായമായി ചെലവഴിക്കുക, പാഴാക്കി കളയുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വകസറത്തു സുആൽ, അനാവശ്യമായ അമിതമായ ചോദ്യങ്ങൾ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങൾക്ക് പാടില്ല എന്ന് പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സമ്പത്തിൽ ഹറാമിന്റെ അന്യന്റെ അവകാശം ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. മഹാനായ ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്തിൽ പറയുന്നുണ്ട്, അത്തബ്ദീറു അന്നഫഖതു ഫീ മഅസിയത്തില്ലാഹി തആല വഫീ ഖൈരിൽ ഹഖ് വഫിൽ ഫസാദ്. അല്ലാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിലും ന്യായമല്ലാത്ത കാര്യത്തിലും കുഴപ്പത്തിലും സമ്പത്ത് ചെലവഴിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. അത് അപകടകരമാണ്, അത് വലിയ ദുരന്തമാണ്. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും നിങ്ങളുടെ കുടുംബ ജീവിതത്തിലും നിങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിലും വരുത്തി വെക്കുന്നത്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്തിൽ മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കച്ചവട രംഗത്ത് ഇടപെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് നമ്മളെ വില കൽപ്പിക്കണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നൊരു വചനമുണ്ട്, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം. ഒരു മുസ്ലിം തന്റെ മുസ്ലിമായ സഹോദരന്റെ സഹോദരനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പരസ്പര സഹോദരങ്ങളാണ്, മുസ്ലിങ്ങൾ പരസ്പര സഹോദരങ്ങളാണ്. എന്നിട്ട് അടുത്ത വാചകം എന്താ പറയുന്നതെന്നറിയോ, വലാ യഹില്ലു ലിമുസ്ലിമിൻ ബാഅ മിൻ അഖീഹി ബൈഅൻ ഫീഹി ഐബുൻ. നമ്മൾ കച്ചവടം നടത്തുമ്പോൾ കച്ചവടം ചെയ്യുന്ന വസ്തുവിന്റെ എന്തെങ്കിലും ഒരു ന്യൂനതയുണ്ടെങ്കിൽ അത് വ്യക്തമാക്കി കൊടുക്കാതെയാണ് കച്ചവടം ചെയ്തതെങ്കിൽ അള്ളാന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതൊരിക്കലും ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, അൽ ബയ്യിആനി, 2 കച്ചവടം ചെയ്യുന്ന ആളുകൾ, അവർ കച്ചവടം ചെയ്തു. എങ്ങനെയാ കച്ചവടം ചെയ്തത്? കച്ചവട വസ്തുവിലുള്ള ന്യൂനതകൾ വ്യക്തമാക്കി വഇൻ സ്വദഖ, അവർ രണ്ടുപേരും കച്ചവട വസ്തുവിന്റെ ന്യൂനതകളും അതിന്റെ ഗുണങ്ങളും വ്യക്തമായി അവർ പറഞ്ഞു എങ്കിൽ ബൂരിക ലഹുമ ഫീ ബൈഇഹിമ, അവരുടെ കച്ചവടത്തിൽ പടച്ചോൻ ബർക്കത്ത് കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ ബിസിനസ്സിൽ ബർക്കത്ത് കിട്ടണമെങ്കിൽ അന്യന്റെ ഒരു പൈസ അന്യായമായി നമ്മുടെ സമ്പത്തിൽ വരാൻ പാടില്ല, നമ്മുടെ മൂലധനത്തിൽ വരാൻ പാടില്ല. അതാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. പലിശയുമായി ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകാൻ പാടില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലഅന റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ആട്ടി അകറ്റുന്നാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ആട്ടി അകറ്റുക എന്നാണ് ശപിക്കെന്ന് പറഞ്ഞാൽ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആരെ? ആക്കിലു റിബ വമൂക്കിലഹു, പലിശ തിന്നുന്നവനെയും തീറ്റിപ്പിക്കുന്നവനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മുസ്ലിങ്ങളുടെ പൊതുസ്വത്ത് അത് കൈകാര്യം ചെയ്യുന്നിടത്ത് നമുക്ക് ശ്രദ്ധ വേണം. നമ്മെ വിശ്വസിച്ചേൽപ്പിച്ചത് എടുക്കുക എന്നത് ഹറാമായ സമ്പാദ്യമാണ്. പള്ളിയുടെ മുതൽ വേറെ ഏതെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത ആളുകളുണ്ടാകും, അവിടെ സാമ്പത്തികമായ ക്രിയവിക്രിയങ്ങൾ ഉണ്ടാകും. അത് സ്വന്തമായി സ്വന്തം ഇഷ്ടപ്രകാരം കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അത് വലിയ അപകടകരമാണ്, അവിടെ സൂക്ഷിക്കണമെന്നാണ്. പൊതു നന്മയ്ക്ക് വേണ്ടി ചെലവാക്കേണ്ടത് അന്യായമായി ചെലവഴിക്കുക എന്നത് ഗൗരവമുള്ള കാര്യമാണ്. ഇതെല്ലാം അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിൽ കാണാം, ഇന്ന റിജാലൻ യതഖവ്വദൂന ഫീ മാലില്ലാഹ് ബിഗൈരി ഹഖ്ഖിൻ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അർഹതപ്പെടാത്ത രീതിയിൽ അള്ളാഹുവിന്റെ സമ്പത്തിൽ മുഴുകുന്ന ചില ആളുകളുണ്ട്. അള്ളാഹുവിന്റെ സമ്പത്ത്
ആ സമ്പത്തിൽ അർഹതപ്പെടാത്ത രീതിയിൽ അതിനെ ചെലവഴിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തറിയോ? ഫലഹുമുന്നാറു യൗമൽ ഖിയാമ, അവർക്ക് നാളെ പരലോകത്ത് നരകമുണ്ട് എന്നാണ്. ചിലപ്പോൾ നമുക്ക് ഒരു ബിസിനസ് നടത്തുമ്പോൾ ബിസിനസ്സിൽ അതിന്റെ MD അല്ലെങ്കിൽ ആ കച്ചവടത്തിന്റെ മുതലാളി നമ്മളെ ഏൽപ്പിച്ച് കച്ചവടം നടത്താൻ വേണ്ടി ഏൽപ്പിച്ച് പോയതായിരിക്കും. ആ സമ്പത്ത് നമ്മളെ കൈകാര്യം ചെയ്യുന്നിടത്ത് നമുക്ക് സൂക്ഷ്മതയും ശ്രദ്ധയും വേണം. നമ്മുടേതല്ല, നമ്മളെ ഒരാളെ ഏൽപ്പിച്ചതാണ്. ഇങ്ങനെ ഏത് കാര്യത്തിലും ഏൽപ്പിക്കപ്പെട്ട ഏത് സ്വത്താണെങ്കിലും അത് അമാനത്താണ്. ആ അമാനത്തിന്റെ ഒരു ഫിൽസ് നമ്മുടെ കയ്യിലേക്ക് വന്നാൽ അത് അപകടകരമാണ്. അത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിനും അത് വലിയ പരിണിത ഫലം സൃഷ്ടിക്കുമെന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ വിചാരിക്കും മുതലാളി അറിയില്ല, MD അറിയില്ല, ബോസ് അറിയില്ല. ആരറിഞ്ഞില്ലെങ്കിലും പടച്ചോൻ അതറിയുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ മനസ്സുണ്ടാകേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞത് പൊതു സ്വത്ത് എന്ന് പറയുന്നത് യതീമിന്റെ സ്ഥാനത്താണ് എന്നാണ്. പൊതു സ്വത്ത് എന്ന് പറയുന്നത് യതീമിന്റെ സ്വത്ത് പോലെയാണെന്നാണ്. ഖുർആൻ എന്താ പറഞ്ഞതെന്നറിയോ? യതീമിന്റെ സ്വത്തിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞെന്തറിയോ? ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറ. അവര് തിന്നത്, യതീമിന്റെ സ്വത്തിനെ പറ്റി പറയുന്നിടത്ത് ഖുർആൻ പറഞ്ഞെന്തറിയോ? അവര് തിന്നുന്നത് നരകത്തിന്റെ തീയാണ്. അപ്പൊ ഒരു പൊതു മുതൽ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് യതീമിന്റെ സ്വത്തുപോലെ ഗൗരവത്തിലാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ്. അല്ലെങ്കിൽ നരകത്തിലെ തീ തിന്നുന്നതിന് സമാനമാണ് എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് സംരക്ഷിക്കുന്ന കാര്യത്തിൽ, അതെടുക്കുന്ന ഗൗരവത്തിൽ അതേപോലെ തന്നെ നന്മക്ക് വേണ്ടി മാത്രമായി ഉപയോഗിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. ഒരിക്കൽ അദീ ഇബ്നു ഉമൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മനിസ്തഅമൽന മിൻകും അലാ അമലിൻ ഫഖതമനാ മിഖ്യതൻ ഫമാ ഫൗകഹു കാന ഗുലൂലൻ യഅതി ബിഹി യൗമൽ ഖിയാമ. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പഠിപ്പിച്ചു തരാൻ. ഇത് ഗൗരവത്തിലാണ്. നമ്മളൊക്കെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ്, പല കടകളിലും ജോലിക്ക് നിൽക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടാകും. നമ്മളൊക്കെ പലരുടെയും സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. ഈ ഹദീസ് നമ്മൾ മറക്കരുത്. എന്താ ഈ ഹദീസ് എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മനിസ്തഅമൽനാഹു മിൻകും അലാ അമലിൻ, നാം ഒരാളെ ഒരു ജോലി ഏൽപ്പിച്ചു ഫഖതമനാ മിഖ്യതൻ, അയാൾ എന്താ ചെയ്യാണ്? ആ ഏൽപ്പിക്കപ്പെട്ട സ്വത്തിൽ നിന്നൊരു സൂചി അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് മുകളിലുള്ളത് എന്തെങ്കിലും ഒന്ന് അയാൾ എടുത്തു. കാന ഗുലൂലൻ, അയാൾ ചെയ്യുന്നത് വഞ്ചനയാണ്. യഅതി ബിഹി യൗമൽ ഖിയാമ, നാളെ ഈ സൂചിയുമായി നാളെ പരലോകത്ത് അവനെ കൊണ്ടുവരപ്പെടും. ആളുകളുടെ മുമ്പിൽ വെച്ച് അവനെ വഷളാക്കും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരും അറിയില്ല, ആരും കാണില്ല, അതെടുത്തിട്ട് എനിക്ക് അങ്ങോട്ട് പോകാം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ ഇത് കൊണ്ടുവരുന്നതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വേറൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അപഹരിച്ച വസ്തു അത് സമ്പത്താണെങ്കിലും മൃഗമാണെങ്കിലും എന്താണെങ്കിലും ഒരു സൂചിയാണെങ്കിൽ പോലും നാളെ റബ്ബിന്റെ കോടതിയിൽ അത് കൊണ്ടുവരപ്പെടുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ടാണ് ഖുർആൻ ഇങ്ങനെ പറഞ്ഞത്, വമാ കാന ലിനബിയ്യിൻ, ഒരു നബിക്കും യോജിച്ചതല്ല അയ്യഹുല്ല, വഞ്ചന നടത്തുക എന്നത് ഒരു നബിക്കും യോജിച്ചതല്ല, ഒരു പ്രവാചകനും യോജിച്ചതല്ല. എന്നിട്ട് പറയാൻ, വമയ്യഗ്ലുൽ, ആരെങ്കിലും വഞ്ചന നടത്തിയാൽ യഅതി ബിമാ ഗല്ല യൗമൽ ഖിയാമ, വഞ്ചിച്ചെടുത്ത വസ്തുവുമായി അവനെ നാളെ പരലോകത്ത് കൊണ്ടുവരപ്പെടുക തന്നെ ചെയ്യും. സുമ്മ തുവഫ കുല്ലു നഫ്സിൻ മാ കസബത്, ഓരോ വ്യക്തിയും അവൻ എന്താണോ സമ്പാദിച്ചത് അത് അവിടെ വെച്ച് നിറവേറ്റി കൊടുക്കും. വഹും ലാ യുദ്ലമൂൻ, അവരൊരിക്കലും ആക്രമിക്കപ്പെടുകയില്ല. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആരും കണ്ടില്ലെങ്കിലും ആരും അറിഞ്ഞില്ലെങ്കിലും പടച്ചോൻ ഇത് കാണുന്നുണ്ട്, പടച്ചോൻ ഇത് കേൾക്കുന്നുണ്ട്, രണ്ട് മലക്കുകൾ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ബോധ്യമാണ് മനസ്സിനുള്ളിൽ ഉണ്ടാകേണ്ടത്. ഈ ബേജാറാണ് നമ്മുടെ മനസ്സിനുള്ളിൽ ഉണ്ടാകേണ്ടത്. തീർന്നിട്ടില്ല സഹോദരങ്ങളെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ യദ്ഖുൽനൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല, ജസദുൻ, ഒരു ശരീരം. ഏത് ശരീരമാണ്? ഉദ്ദിയ ബിൽ ഹറാം, ഹറാമു കൊണ്ട് വളർന്ന ശരീരത്തിന്റെ ഉടമ ഒരിക്കലും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എന്തിനാ നമ്മൾ പള്ളിയിൽ വന്നത്? എന്തിനാ നമ്മൾ നിസ്കരിക്കുന്നത്? എന്തിനാ നമ്മൾ നന്മ ചെയ്യുന്നത്? എന്താ ഹറാമ് ചെയ്യാത്തത്? എന്താ ഹറാമ് കാണാത്തത്? എന്താ ഹറാമിന്റെ പൈസ ഉപയോഗിക്കാത്തത്? എന്താ പലിശയിൽ നമ്മൾ മുഴുകാത്തത്? സ്വർഗം കിട്ടണം, നരകത്തുനിന്ന് രക്ഷപ്പെടണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹറാമിൽ വളർന്ന
ഒരു ശരീരം, ആ ശരീരത്തിന് സ്വർഗ്ഗമില്ല, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ അവരുടെ കൈകൾ പവിത്രമാണ്. അവരുടെ റിസ്കിൽ അള്ളാഹു ബറക്കത്ത് കൊടുക്കും. ജനങ്ങൾ അവരെക്കുറിച്ച് നല്ലത് മാത്രമേ പറയുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ഹലാലുകൾ മാത്രം ഭക്ഷിക്കുകയും അതിൽ ശ്രദ്ധ കാണിക്കുകയും ചെയ്തിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, മൻ അകല ത്വയ്യിബൻ, ഒരാൾ വിശിഷ്ടമായത് കഴിക്കുകയും വഅമില ഫീ സുന്നത്തിൻ, സുന്നത്തനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ വഅമിനന്നാസു ബവാഇക, അവന്റെ അയൽവാസികൾ അവന്റെ ഉപദ്രവത്തിൽ നിന്ന് നിർഭയനാവുകയും ചെയ്താൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിലാണ്. 3 കാര്യം പറഞ്ഞത്. നല്ലത് കഴിക്കുക, നല്ലത് ഭക്ഷിക്കുക. രണ്ടാമത്തതോ സുന്നത്തനുസരിച്ച് ജീവിക്കുക. മൂന്നാമത്തതോ നമ്മുടെ ഉപദ്രവത്തിൽ നിന്ന് നമ്മുടെ അയൽവാസികൾ നിർഭയരായിരിക്കുക. അങ്ങനെയെങ്കിൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗത്ത് പ്രവേശിച്ചു എന്നാണ്. ഈ ക്വാളിറ്റി നമ്മളിലുണ്ടോ? ഞാനും നമ്മൾ ഓരോരുത്തരും ഒരു ആത്മപരിശോധന നടത്തണം. അതാണ് പരിശുദ്ധ ഇസ്ലാം. ഇങ്ങനത്തെ മുസ്ലിങ്ങളെ കണ്ടിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ആളുകൾ ഇസ്ലാമിലേക്ക് വരേണ്ടത്. ഇന്നത്തെ മുസ്ലിങ്ങളെ കണ്ടാൽ ഇന്ന് ഏറ്റവും കൂടുതൽ കച്ചവട രംഗത്ത് പോലും ആളുകളെ വഞ്ചിക്കുന്നത് നമ്മളാണോ എന്ന് പരിശോധിക്കേണ്ടി വരും. നിങ്ങൾ നോക്കൂ സഹോദരങ്ങൾ, ആർക്കും ആരെയും വിശ്വാസമില്ല, പ്രത്യേകിച്ചും മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളെ തന്നെ വിശ്വാസമില്ലാത്തൊരു കാലം, സ്വന്തം സഹോദരങ്ങളെ പോലും വിശ്വാസമില്ലാത്തൊരു കാലം. അതെന്താ? ഒരു സാമ്പത്തികമായിട്ടൊരു ഇടപാട് നടത്തിയാൽ മതി, അപ്പം മനസ്സിലാകും ആരെ വിശ്വസിക്കാൻ പറ്റും, ആരെ വിശ്വസിക്കാൻ പറ്റൂല. ഇത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് സാമ്പത്തിക രംഗത്തുള്ള അച്ചടക്കം പ്രിയപ്പെട്ടവരെ നമ്മളിൽ ഉണ്ടാകണം. കാരണം പരലോകത്തെ വിശ്വസിച്ച് പരലോകത്തെ വിജയം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് എന്ന ബോധ്യമാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖി മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടെ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സാമ്പത്തിക രംഗത്ത് നമ്മൾ സ്വീകരിക്കുന്ന ഓരോ മാർഗങ്ങളും അത് പരിശുദ്ധമായിരിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ബോധ്യപ്പെടുത്തുന്നത്. എന്നാൽ ഇന്ന് പല ബിസിനസിന്റെ പേരിലും നൂറുകണക്കിന് ആളുകൾ സമൂഹത്തിൽ ഇന്ന് പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര പണി കിട്ടിയാലും പഠിക്കാത്തൊരു സമൂഹമായി കേരള സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഓരോന്നും. ഇവിടെയാണ് മുസ്ലിം എന്ന നിലയിൽ ഗൗരവതലത്തിൽ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇന്നല്ലാഹ ത്വയ്യിബുൻ, അല്ലാഹു വിശിഷ്ടനാണ്, ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, നല്ലതല്ലാതെ അവനൊന്നും സ്വീകരിക്കുകയില്ല. ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് മഹാരഥന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞ വാചകം എന്താ അറിയോ? ഈ ഹദീസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേർക്ക് നേരെ കേട്ട സ്വഹാബിമാർ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് കേട്ട വിശദീകരണം നമുക്ക് പഠിപ്പിച്ചു തരാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകൾ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നന്നായിരിക്കണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലായിരിക്കണം. എങ്കിലേ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ആലോചിച്ചു, നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ ഖുർആൻ പാരായണം, നമ്മുടെ ദിക്ർ, നമ്മുടെ ജുമാ, നമ്മുടെ പ്രാർത്ഥന, ഇതൊക്കെ റബ്ബ് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ കഴിക്കുന്നത് നന്നാകണം. കാരണം എന്താ അറിയോ? ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. അല്ലാഹു വിശിഷ്ടനാണ്, അവൻ വിശിഷ്ടമായതല്ലാതെ സ്വീകരിക്കുകയില്ല.
ഒരിക്കൽ സഅദ് റളിയല്ലാഹു അൻഹു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് പ്രാർത്ഥനക്കുത്തരം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രാർത്ഥനക്കുത്തരം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ വാചകം എന്താ അറിയോ? വഅതിബ് മത്അമക, നിന്റെ ഭക്ഷണം നീ നന്നാക്കുക, നിന്റെ ഭക്ഷണം നീ ഹലാലാക്കുക. തകുൻ മുജാബദ് ദഅവ, നീ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ദീർഘമായ ഹദീസുണ്ട്. ആ ഹദീസിൽ എന്താ പറയുന്നതെന്നറിയോ? അയാളൊരു യാത്രക്കാരനാണ്. ഈ ഹദീസ് എല്ലാവരും മനസ്സിലാക്കണം. അയാളൊരു യാത്രക്കാരനാണ്. അയാളുടെ തലമുടിയും അയാളുടെ താടി രോമങ്ങളും ജട പിടിച്ചിട്ടുണ്ട്, പൊടി പുരണ്ടിട്ടുണ്ട്. അയാൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ പ്രാർത്ഥിക്കുന്നത്? യാ റബ്ബി യാ റബ്ബി, യാ റബ്ബി യാ റബ്ബി എന്ന് പറഞ്ഞിട്ട് അയാൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അയാളുടെ പ്രാർത്ഥനക്കുത്തരം കിട്ടുന്നില്ല. പ്രാർത്ഥനക്കുത്തരം കിട്ടാനുള്ള എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്ന വ്യക്തിയാണ് ആ വ്യക്തി. കാരണം അന്നഹു മുസാഫിറുൻ, അയാളൊരു യാത്രക്കാരനാണ്. യാത്രക്കാരന്റെ പ്രാർത്ഥനക്ക് അള്ളാഹു പെട്ടെന്ന് ഉത്തരം ചെയ്യുന്നതാണ്. 2, ലൈസ അലൈഹി മലാഹിറൽ കിബർ, കിബിറിന്റെ അഹങ്കാരത്തിന്റെ ഒരടയാളവും അയാളുടെ ശരീരത്തിലില്ല. കാരണം അയാളുടെ മുടിയും അയാളുടെ താടിയും ജട പിടിച്ചിട്ടുണ്ട്, പൊടി പുരണ്ടിട്ടുണ്ട്. മാത്രമല്ല അയാൾ പ്രാർത്ഥനക്കുത്തരം കിട്ടാൻ കഴിയുന്ന അള്ളാഹുവിന്റെ നാമങ്ങൾ മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ച വ്യക്തിയാണ്. എന്നിട്ടും അയാളുടെ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം കൊടുക്കുന്നില്ല. അതെന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാണ്, അതിനൊരു കാരണമുണ്ട്. എന്താ കാരണം? മശ്റബുഹു ഹറാം, അയാൾ കുടിക്കുന്നത് ഹറാമാണ്. വമൽബസുഹു ഹറാം, അയാൾ ധരിച്ചത് ഹറാമാണ്. വഗുദിയ ബിൽ ഹറാം, അയാൾ ഹറാമിൽ ഊട്ടപ്പെട്ടവനാണ്. ഫഅന്നാ യുസ്തജാബു ലിദാലിക്, പിന്നെ എങ്ങനെയാണ് അയാൾക്ക് ഉത്തരം കൊടുക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയോ? ഹറാമ് തിന്നാൽ എന്താന്ന് ചോദിക്കുന്നവരുണ്ടാകും, ഹറാമ് കുടിച്ചാൽ എന്താന്ന് ചോദിക്കുന്നവരുണ്ടാകും, ഹറാമ് ധരിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്ന ആളുകളുണ്ടാകും. പ്രാർത്ഥനക്കുത്തരം പോലും നമുക്ക് പടച്ചോൻ തരൂല എന്നാണ്. നിങ്ങളുടെ ആലോചിച്ച് നോക്ക്. ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും, മിക്ക വെള്ളിയാഴ്ചകളിലും മിമ്പർമ കയറുന്നതിന് മുമ്പ് ഓരോരുത്തർ വന്നിട്ട് പറയും, കാക്ക, വാപ്പ, സഹോദരി, സഹോദരന്റെ മകള് ക്യാൻസറാണ്, മാരകമായ അസുഖമാണ്, വെന്റിലേറ്ററിലാണ്, സർജറി, ഇതാ കൈയാണ്, ജീവിക്കുമെന്നറിയില്ല, എന്താ അവസ്ഥ എന്നറിയില്ല, പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം. സഹോദരങ്ങളെ, നമ്മളൊക്കെ അങ്ങനത്തെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടവരല്ലേ? പടച്ചോ അത്തരം രോഗങ്ങളിൽ നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ നോക്ക്, ഒരു ചെറിയൊരു മുഴ വന്നിട്ട് ഒരു ബയോപ്സിന് അയച്ച് ഒരു 2 ആഴ്ച ടൈം ഉണ്ടല്ലോ. ശരീരത്തിലൊരു മുഴ, അതൊന്ന് കീറിയെടുത്ത് ബയോപ്സിന് അയക്കുക, ക്യാൻസർ ആണോ എന്നുള്ള പരിശോധനക്ക് അയക്കുക. എന്നിട്ട് അത് റിസൾട്ട് വരുന്നതിന്റെ ഒരു 2 ആഴ്ച സമയം ഉണ്ടല്ലോ. ആ സമയം നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം പ്രാർത്ഥന വേണോ വേണ്ടിയത്. ആ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകും പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ പ്രാർത്ഥന പടച്ചോൻ തട്ടിക്കളയും. കാരണം എന്താ അറിയോ? കഴിച്ചത് ഹറാമായിരുന്നു, കുടിച്ചത് ഹറാമായിരുന്നു, ധരിച്ചത് ഹറാമായിരുന്നു. ഹറാമും ഹലാലൊന്നും നമ്മൾ പരിശോധിച്ചില്ല. ഒരിക്കലും ഹറാമും ഹലാലൊക്കെ നോക്കിയാൽ ഹറാമും ഹലാലൊക്കെ നോക്കിയാൽ കച്ചവടം ഉണ്ടാവുമോ? ഇവിടെ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെയാ ചില ആളുകൾ ചിന്തിക്കുന്നത്. അള്ളാന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരൊറ്റ ഹദീസ് കൂടെ ഞാൻ പറയാം. അള്ളാന്റെ റസൂൽ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന റൂഹൽ ഖുദുസ് നഫസ ഫീ റൂഇ അന്ന നഫ്സൻ ലൻ തമൂത ഹത്താ തസ്തക്മില അജലഹാ വതസ്തൗഇബ റിസ്ഖഹാ ഫത്തഖുല്ലാഹ വഅജ്മിലു ഫിത്തലബ്. അള്ളാന്റെ റസൂൽ പറയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ ഹൃദയത്തിൽ ഇട്ടു തന്നിരിക്കുന്നു, ഒരാത്മാവും തനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഉപജീവനം തേടിപ്പിടിക്കാതെ മരിക്കുകയില്ല. നമുക്ക് ജീവൻ തരുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ജിബ്രീൽ ഇട്ടെന്താണെന്നറിയോ? നമ്മൾ മരിക്കുന്നതിന് മുമ്പ് അള്ള എന്തൊക്കെ കിട്ടണമെന്ന് പടച്ചോ നിശ്ചയിച്ചിട്ടുണ്ടോ അത് മുഴുവൻ കിട്ടിയിട്ടേ നമ്മുടെ ഇവിടുന്ന് മരിച്ചു പോവുള്ളൂ. പിന്നെ എന്തിനാ നമുക്ക് ആർത്തി? പിന്നെ എന്തിനാ വെട്ടിപ്പിടിക്കാനുള്ള നെട്ടോട്ടം? ഓടണ്ട, പണിയെടുക്കണ്ട, അധ്വാനിക്കണ്ട എന്നല്ല പറയുന്നത്, മടിയായിട്ടിരിക്കണം എന്നല്ല പറയുന്നത്. അധ്വാനിക്കണം, അതിന് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. ആ പരിധികൾ ലംഘിച്ചു പോകരുത്. ഇസ്ലാം ഒരു വൃത്തം വരച്ചിട്ടുണ്ട്, ആ വൃത്തത്തിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകരുത്. എന്നിട്ട് നബിതങ്ങൾ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, വഅജ്മിലു ഫിത്തലബ്, നന്നായിട്ട് അധ്വാനിക്കണം. നന്നായിട്ട് സാമ്പത്തിക രംഗത്ത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ധനം ഉണ്ടാക്കാൻ പറ്റുമോ ഹലാലായ മാർഗത്തിലൂടെ നിങ്ങൾ അധ്വാനിച്ചോളൂ. എന്നിട്ട് റസൂലുള്ളാഹി പറയാൻ, വലാ യഹ്മിലന്ന അഹദുക്കും ഇസ്തിബ്താഉർ റിസ്ഖി അയ്യതുലബഹു ബിമഅസിയത്തിൻ, ഒരിക്കലും അല്ലാഹുവിനെ ധിക്കരിക്കുന്ന മാർഗത്തിലൂടെ
നിങ്ങൾ സമ്പത്ത് നേടുന്ന ഒരവസ്ഥ ഒരിക്കലും നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല, ഉപജീവനം അന്വേഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അവന്റെ അടുക്കലുള്ളത് അവനെ അനുസരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഫഇന്നല്ലാഹ തആല, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലാ യുനാലു മാ ഇൻദ, പടച്ചോന്റെ അടുത്തുള്ളത് കിട്ടൂല ഇല്ലാ ബിതാഅത്തിഹി, അവനെ അനുസരിക്കുന്നതിലൂടെ അല്ലാതെ പടച്ചോൻ നമുക്ക് തരൂല. പടച്ചോന്റെ കയ്യിലാണ് ഖജനാവിന്റെ താക്കോലുകൾ മുഴുവനുള്ളത്. അത് കിട്ടണമെങ്കിൽ അവനെ അനുസരിക്കുന്നതിലൂടെ മാത്രമാണ് നമുക്ക് അള്ളാഹു തരികയുള്ളൂ എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സാമ്പത്തിക രംഗം അത് പരമപരിശുദ്ധമാകണം. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ജയിച്ചു, സാമ്പത്തിക രംഗത്ത് നമ്മൾ പരാജയപ്പെട്ടു പോയാൽ നമ്മൾ തോറ്റുപോകും. അള്ളാഹിന്റെ മുമ്പിൽ മാത്രമല്ല, നമ്മൾ തളർന്നു പോകുന്ന സമയത്ത്, മെന്റൽ സ്ട്രെസ് വരുന്ന സമയത്ത്, ഡിപ്രഷൻ വരുന്ന സമയത്ത് ആകാശത്തിലേക്ക് കൈകളുയർത്തി റബ്ബിന്റെ എന്തെങ്കിലും ഒരു കാരുണ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് ഓർമ്മ വരും അല്ലേ മനസ്സിന്റെ ഉള്ളിൽ, ഞാനിതൊക്കെ ചെയ്തുകൊണ്ടാണല്ലോ പടച്ചോന്റെ അടുത്തുള്ള വാതിൽ, ബറക്കത്തിന്റെ വാതിൽ എന്റെ മുമ്പിൽ തുറക്കാത്തെന്നുള്ള ഓർമ്മ വരും. അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കാൻ നമ്മുടെ സാമ്പത്തിക രംഗം, നമ്മുടെ വ്യക്തിജീവിതം, കുടുംബജീവിതം, എല്ലാ മേഖലകളും സംസ്കരിക്കപ്പെടേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സംസ്കരിച്ച് ഏറ്റവും നല്ല ജീവിതം നയിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെ ഖബറുകളും അള്ളാഹു സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന്, ആക്സിഡന്റുകളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ നിന്നും ഭാര്യമാരിൽ നിന്നും അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ മുഖേന നാളെ പരലോകത്ത് സ്വർഗീയ കിരീടങ്ങളും ഉടയാടകളും ധരിപ്പിക്കപ്പെടുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك.